ഇന്നൊരു ഇല ബിരിയാണി കണ്ടാലോ? ഈ ബിരിയാണിക്ക് ഇല ബിരിയാണി എന്നും ഇല സദ്യ ബിരിയാണി എന്നൊക്കെ പറയും കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. സാധാരണ നമ്മൾ കോട്ടയത്തൊക്കെ ഈ നമ്മുടെ ബസുമതി റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് നോർമലി. മിക്കയിടത്തും ബസുമതി മറ്റേ നീളമുള്ള അരിയില്ലേ, അതുകൊണ്ടുള്ള ബിരിയാണിയാണ് വീടുകളിലും കല്യാണത്തിനും റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉള്ള. പിന്നെ കോട്ടയം ജില്ല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേനും നമ്മുടെ മറ്റേ കൈമ റൈസ് വരും. കൈമ റൈസ് കൊണ്ടുള്ള ചെറിയ അരി കൊണ്ടുള്ള ബിരിയാണിയാണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ അത് കൈമ റൈസ് കൊണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്പൈസസ് ഒക്കെ കുറവായിരിക്കും. ഒരു ചിക്കനൊക്കെ ഒരു വൈറ്റിഷ് കളറായിരിക്കും, സംഭവമായിരിക്കും. നമ്മുടെ കോട്ടയത്തുള്ളവർക്ക് അങ്ങനെ ഇച്ചിരി കൂടെ സ്പൈസിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ ആ കൈമ റൈസ് കൊണ്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കുകയാണ്. സാധാരണ മറ്റേ ബസുമതി റൈസ് കൊണ്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇലയിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ സദ്യയൊക്കെ വിളമ്പുന്ന പോലെ നല്ല അച്ചാറും പപ്പടവും സള്ളാസും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് അധഷ്ടിക്കായിട്ട് ചെയ്തിരിക്കുന്നതെന്നേ ഉള്ളൂ. എന്നൊരു ആഗ്രഹത്തിന് അങ്ങനെ ഒന്നുണ്ടാക്കി കഴിച്ചാണ്. നിങ്ങൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏത് റൈസ് കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്? ഏതിനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ.